ജയിച്ച അന്ന് തന്നെ, അന്ന് ആ സെക്കൻഡിൽ ജയിച്ചു എന്ന് ഏകദേശം ഉറപ്പിക്കുന്ന 95 സീറ്റായി എന്ന് ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ BJP ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ നിന്ന് നമ്മുടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇരുന്ന് ചെണ്ട കൊട്ടുന്നു, പുറകിൽ നിന്ന് VD സതീശൻ ഇങ്ങനെ ആക്കുന്നു. എന്നിട്ട് അതിൻ്റെ ആഖ്യാനം അവർ എഴുതിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പാണക്കാട് എന്നാണ്, കോൺഗ്രസിന് യാതൊരു വിലയില്ല, മുസ്ലിം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ അതുമായിട്ട് തന്നെ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം, ഫിഷറീസ് വകുപ്പും ഉന്നത വിദ്യാഭ്യാസവും മുസ്ലിം ലീഗിന് കൊടുക്കാൻ പാടില്ല, മുസ്ലിം ലീഗ് കൊടുത്താൽ അവിടെ എന്തോ വലിയ വർഗീയത അടിഞ്ഞാടാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള BJP ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വർഗീയപരമായിട്ട് കേരളത്തിലെ വിഭജിക്കാനുള്ള ആ ഒരു തന്ത്രത്തെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, അത് സ്വാഭാവികമാണല്ലോ. BJP സംബന്ധിച്ചുള്ള എതിർഭാഗത്ത് മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക എന്നുള്ള അവരുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ താങ്കൾ പറഞ്ഞ രീതിയിലല്ല ഈ സംഭവം. ഒന്ന്, സതീശൻ മുഖ്യമന്ത്രി ആയപ്പോഴാണ്. സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ പാണക്കാട് തങ്ങളും ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഇങ്ങനെ ഉയർത്തും. ബോക്സിങ്ങിലൊക്കെ ജയിച്ചാളുടെ കൈ പിടിച്ച് നോക്കും എന്ന പോലെ കൈ പിടിച്ച് ആ സമയത്താണ് സതീശനെ വെച്ചിട്ടാണ് ഇവർ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും കൂടി. അത് മാത്രമല്ല, മറ്റേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഫിഷറീസും പറഞ്ഞ ലത്തീൻ സഭയാണ്.